ശതാബ്ദി ആഘോഷങ്ങളുടെയും മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെയും ഭാഗമായി CPI സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വാഴയൂരിലെ കാരാടിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള കുടുംബക്കാരെല്ലാം നമ്മൾ ഈ കേരളത്തിൽ നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനങ്ങളിലും ഒക്കെ അവരെ കൂടി കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടിയ പ്രത്യേക സംഗമങ്ങൾ ഉണ്ടാക്കുവാൻ, അവരെയൊക്കെ ആദരിക്കുവാൻ, അവരെയെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നാം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ പൊതു കാലഘട്ടത്തിൽ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വലിയ അടിയൊന്നും കൊള്ളുന്നുണ്ട്, ഒരുപാട് സമരങ്ങളിലൊന്നും പോകണ്ട. ആ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ. ഞാനിപ്പോൾ ഇപ്പോഴും ആലോചിക്കുന്നു, എൻ്റെ അച്ഛൻ അതുപോലെ തന്നെ എന്നെ കൊണ്ടുവന്ന വീട്ടിൽ അദ്ദേഹമൊക്കെ KSRTC പഴയ കാല സമരങ്ങളിൽ, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്ത കാലഘട്ടത്തിലെ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത, നിരവധി സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുന്ന ആൾക്കാരാണ്. അവരൊക്കെ എത്രയോ നമുക്കറിയാം അടിയും ഇടിയും കൊണ്ട് അവസാന കാലഘട്ടത്തിൽ ചുമയുൾപ്പെടെ പിടിച്ചുകൊണ്ട് ഇന്ന് ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയെല്ലാം നമുക്കിന്ന് കാണണം, അവരെയെല്ലാം നമുക്ക് ആദരവ് കൊടുക്കണം. അവരൊരു പക്ഷേ മരിച്ചു പോയെങ്കിൽ ആ കുടുംബത്തിനെ ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും ഓർക്കത്തക്ക നിലയിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനും അവരെയെല്ലാം പരിരക്ഷിക്കുവാനും അവരെയെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് കഴിയും. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ നമുക്കറിയാം, കൊടിമരയും അതുപോലെ തന്നെ പതാക ജാഥകളും മറ്റ് ബാനർ ജാഥകളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ സഖാക്കളുടെ വസതിയിൽ വെച്ചാണ് ഇതിന്റെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം എല്ലാ ജില്ലകളിലും നാം സംഘടിപ്പിക്കുന്നത്. അതും ഒരു വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ നമുക്കുണ്ടാകുവാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത് നിരവധിയായിട്ടുള്ള ത്യാഗങ്ങൾ ഉൾപ്പെടെ സഹിച്ച സഖാക്കളാണ്. വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം, സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ കേരളം പോലെയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിക്കുവാൻ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, അവരെയെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തുവാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മുൻപന്തിയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ.